പ്രൈവറ്റായിട്ട് കൊണ്ടുപോകുന്ന പുഴയിലൊടുക്കും തോടിലൊടുക്കും വെള്ളമാണ്. നേരം വെളുക്കും നിങ്ങൾ പത്രക്കാരൊക്കെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് വെള്ളം ഭൂമി സക്ക് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇന്ന് പരക്കുന്ന മാരകമായ സാംക്രമിക രോഗങ്ങളുടെയൊക്കെ അടിസ്ഥാന ഘടകങ്ങളിലൊന്ന് കേരളത്തിൽ ആരും അറിയാതെ വരുന്ന വേസ്റ്റ് വാട്ടർ എന്ന് പറയുന്ന ഒരു അപകടകരമായ ഒരു പുതിയ വേസ്റ്റാണ്. പഞ്ചായത്തുകളുടെ ഫണ്ടുകൾ കുറയുന്നു എന്നത് ഒരു വലിയ പ്രശ്നമാണ്. പഞ്ചായത്തുകളെ വരുമാനം കൂട്ടാൻ അതിന് ഉള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്, ഏത് തരത്തിലാണ് എന്നുള്ളൊരു പരിശോധന. അതിപ്പോൾ ടാക്സ് ആയാലും ലൈസൻസ് ആയാലും പെനാൽറ്റി, ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലെ തന്നെ ബോണ്ട് ഷെയർ തുടങ്ങിയിട്ടുള്ള ഇതിൻ്റെ വരുമാനങ്ങൾ വർദ്ധിപ്പിക്കാവുന്ന മാർഗങ്ങൾ പഞ്ചായത്തുകൾക്ക്, മുനിസിപ്പാലിറ്റികൾക്ക്, കോർപ്പറേഷനുകൾക്ക് എത്രത്തോളം അത് സ്വായത്തമാക്കാൻ കഴിയുമെന്നുള്ള പരിശോധന പഞ്ചായത്ത് തലങ്ങളിൽ നടത്തുക എന്നുള്ളതാണ് ഇതിനകത്ത് ഞങ്ങൾ കാര്യമായിട്ട് ചെയ്യാവുന്ന, അവരെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാവുന്ന ഒരു ശ്രമം എന്ന് പറയുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ ഞാൻ നിയമസഭയിൽ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, അത് പെർസ്പെക്റ്റീവ് പ്ലാനിംഗ് എന്ന് പറയും. ശരിക്കും പറയാം, പഞ്ചായത്തിൽ നമ്മൾ നിങ്ങളും ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും, എത്രയോ വർഷങ്ങളായിട്ട് സ്റ്റേറ്റിൻ്റെ ഒരു വലിയ വിഹിതം പഞ്ചായത്തുകളിൽ നമ്മൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതിങ്ങനെ ഡിവൈഡ് ചെയ്ത് അപ്പോൾ ഒരു പഞ്ചായത്തിലൊരു 20 മെമ്പർമാരുണ്ടെങ്കിൽ ഈ ഫണ്ട് വരുമ്പോഴേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനാവും. എന്നിട്ട് അതിനെ ഒരു ഡിവൈഡ് ചെയ്ത് എല്ലാ വാർഡിലേക്കും എല്ലാ ഡിവിഷനിലേക്കും ഷെയർ ചെയ്ത് പോകും. ഇതിൻ്റെ ഒരു അൾട്ടിമേറ്റായിട്ട് വരുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം എന്താ വെച്ചാൽ, പഞ്ചായത്തിൻ്റെ ഒരു കൃത്യമായിട്ടുള്ളൊരു അസറ്റ് പഞ്ചായത്തുകളിൽ വരാതെ പോകും. നമുക്ക് നാളെ ചരിത്രത്തിൽ കാണിച്ചു കൊടുക്കാവുന്ന ഒരു സമഗ്രമായ ഒരു വികസന രീതി അല്ലെങ്കിൽ വികസന പ്രശ്നങ്ങൾ നമുക്ക് ഒരു ഫ്യൂച്ചർ പ്ലാൻ ഇപ്പോൾ എപ്പോഴും ഉണ്ടാകുന്നത് എന്താ വെച്ചാൽ, ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മൾ കാണുന്ന ഒരു രീതി. പ്രശ്നങ്ങൾ അപ്പം വരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന് പറയുന്നത് ഒരു സുഖമുള്ള പണിയാണ്. പക്ഷേ ഫ്യൂച്ചറിൽ വരാവുന്നൊരു പ്രശ്നത്തെക്കുറിച്ച് പഠിക്കുകയോ അത് പരിഹരിക്കാവുന്ന ഒരു പ്ലാൻ ഉണ്ടാക്കുകയോ ചെയ്യുന്നതിൽ നമ്മളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എത്രമാത്രം കുറേ കൂടെ അവെയർ ആവേണ്ടതുണ്ട് എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. കാരണം അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഷെയർ ചെയ്ത് പോകുക എന്ന് പറയുന്നത്. ഒരു പഞ്ചായത്തിന് ചുരുങ്ങിയതൊരു 3 കോടിയും 5 കോടി വലിയ പൈസ വരുന്നവരുണ്ട്. മിനിമം ഒരു 1.5, 2.5, 3 കോടിയൊക്കെ വരുന്ന പഞ്ചായത്തുകളുണ്ട്. പക്ഷേ ഒരു വർഷം കഴിഞ്ഞ് അവരുടെ കണക്കുകൾ അവതരിപ്പിച്ചാൽ പഞ്ചായത്തിൽ അതിൻ്റെ ഒരു അസറ്റ് നമുക്ക് ഒരു കോമൺ അസറ്റായിട്ട് പഞ്ചായത്തുകളിൽ കാണാറില്ല. ഇത് ഡിവൈഡ് ചെയ്ത് പോവുകയാണ്. ഇത് പഞ്ചായത്തുകളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും കൂടി ഒരുമിപ്പിച്ച് നിർത്തിയിട്ട് പഞ്ചായത്തുകളിൽ എങ്ങനെ അതൊന്ന് മാറി ചിന്തിക്കാൻ പറ്റുമെന്നുള്ളൊരു ആലോചന നിർബന്ധമായിട്ടും പഞ്ചായത്തുകളിൽ ഉണ്ടാവേണ്ടതാണ് എന്ന് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഞങ്ങളതിനെക്കുറിച്ച് ഒരു പെർസ്പെക്റ്റീവ് പ്ലാൻ എന്നുള്ള രൂപത്തിൽ ഞങ്ങൾ ആ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഇപ്പം പഞ്ചായത്തുകൾ അഭിമുഖീകരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം തെരുവുനായയുടെ പ്രശ്നമാണ്. നിങ്ങൾക്കറിയാം, അതിന് കുറേ വിശദമായിട്ട് സംസാരിക്കാണ്ട് ഒരു പ്ലാനിങ് അതിനകത്ത് ഞങ്ങൾ കൃത്യമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ദയാവധ അടക്കമുള്ള ഇപ്പോൾ പുതിയ സുപ്രീം കോടതിയുടെ വിധിയുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഞങ്ങളതിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു കർമ്മ പദ്ധതി, അത് സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങളെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഏകദേശം അത് ഫൈനലായിട്ട് വരികയാണ്. പഞ്ചായത്തുകൾക്ക് അതിൻ്റെ അധികാരം കൊടുക്കുന്നതോടുകൂടെ കുറേയൊക്കെ അതിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഡീറ്റെയിൽ പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ അത് ഇപ്പം ചെയ്തിരിക്കുന്ന പ്ലാനുകളെക്കുറിച്ച് ഞാൻ വിശദീകരിക്കാം. ഞാൻ പെട്ടെന്ന് കുറച്ച് ഓടിച്ചു പോയി പറയുന്നത്. മൂന്നാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ മാലിന്യ സംസ്കരണം എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ്. ഞാൻ മന്ത്രിയായിട്ട് ഒരുപാട് സമയമായിട്ടില്ല, ഒരു 40-40 ദിവസമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ എൻ്റെ അടുത്ത് ഒരു ടീം വരും. ഇപ്പോൾ മന്ത്രി എന്നുള്ള നിലക്ക് പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാമല്ലോ, LSTD എന്ന് പറഞ്ഞ ഒരു പരന്ന് കിടക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. 10-11 IAS ഓഫീസേഴ്സ് തന്നെ അതിനകത്തുണ്ട്. അപ്പോൾ ഓരോരുത്തർ വന്നിട്ട് പ്രസൻറ്റ് ചെയ്യും, ഞങ്ങൾ ഇന്ന കമ്പനിയാണ് അല്ലെങ്കിൽ ഇന്ന ഡിപ്പാർട്ട്മെൻറ്റാണ്. വരുമ്പോൾ ഏകദേശം ഒരു 4 ടീം എൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നത് 4ഉം മാലിന്യത്തെക്കുറിച്ചാണ്. നമുക്കതറിയാം, ക്ലീൻ കേരള എന്ന് പറയുന്നുണ്ട്, നമ്മളുടെ പഞ്ചായത്തുകൾ നടത്തുന്ന വേറെ പദ്ധതികളുണ്ട്. അതോടൊപ്പം തന്നെ ഓരോ മൂവ്മെൻറ്റുകൾ ഓരോരുത്തരുടെയും 4 ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല, ഓരോ ഡിപ്പാർട്ട്മെൻറ്റായി കിടക്കുകയാണ്. ഇവരൊക്കെ ചെയ്യുന്നത് പലതരത്തിൽ മന്ത്രിയെ ബോധ്യപ്പെടുത്തുന്നത്, നാട്ടിൽ ബോധ്യപ്പെടുന്നത്, അതുമായി ബന്ധപ്പെട്ട കുറേ ഫംഗ്ഷനുകളാണ്. ഇതിനുവേണ്ടി കുറേ ഉദ്യോഗസ്ഥന്മാരുണ്ട്, വ്യത്യസ്തമായ രൂപങ്ങളിൽ പണം ചെലവഴിക്കപ്പെടുന്നുണ്ട്. പക്ഷേ അൾട്ടിമേറ്റ് റിസൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ മാലിന്യ പ്രശ്നം പരിഹരിക്കപ്പെടാതെ കിടക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു പുതിയ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നത് വേസ്റ്റ് മാനേജ്മെൻറ്റ് അതോറിറ്റി എന്ന് പറഞ്ഞിട്ട് ഇതിനെ മുഴുവൻ കൺസോൾട്ടേറ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു പൂൾ, ഇതിൻ്റെ ഫിനാൻസ് മുഴുവൻ ഒറ്റ പൂളിലേക്ക് കൊണ്ടുവരുന്ന
തരത്തിൽ അതിനെ പിന്നെ മാറ്റുക എന്നുള്ളതാണ് ഇപ്പോൾ ആലോചിക്കുന്ന ഒരു കുറേയൊക്കെ ഒരു റെമഡി ഉണ്ടാക്കാൻ കഴിയും. രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇപ്പം അറവ് മാലിന്യങ്ങളുടെ മീറ്റുമായിട്ട് ബന്ധപ്പെട്ട വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ സിസ്റ്റം ഉണ്ട്. ഇപ്പോൾ കുറേയൊക്കെ സക്സസ് ആണ്. കേരളത്തിൽ എടുത്ത് നോക്കിയാൽ പ്രൈവറ്റ് PPP ആയിട്ട് വന്നിട്ട് പ്രൈവറ്റ് മാനേജ്മെൻറ്റിൽ നിന്ന് വന്നിരിക്കുന്ന കുറേയൊക്കെ സക്സസ് ആണ്. മറ്റിങ്ങനെ നിരന്തരമായിട്ട് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ വേസ്റ്റ് മാനേജ്മെൻറ്റിൽ ഇങ്ങനെ നമ്മളെല്ലാം റീസൈക്കിൾ ചെയ്യാമെന്ന് പറയുന്നൊരു സാധനമുണ്ട്. എനിക്ക് ഇപ്പോഴും ബോധ്യമാവാത്തൊരു കാര്യം എത്രത്തോളമാണ് ഈ റീസൈക്ലിംഗ് നടക്കുക എന്നുള്ളതാണ്. ഞാൻ നിങ്ങളോട് നിങ്ങളുടെ കൂടെ തന്നെ നിന്നിട്ട് ആശങ്കയാണ് ഞാൻ പറയുന്നത്. എന്നുവെച്ചാൽ എത്രത്തോളം ഏതാണ് റീസൈക്ലിംഗ് നടക്കുക? വേറെ സക്സസ്ഫുൾ ആയിട്ടുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റ് ഏരിയകളോ സ്റ്റേറ്റോ നിങ്ങൾ പോയി പരിശോധിച്ചാൽ നിങ്ങൾ ഈ പറയുന്ന റീസൈക്കിൾ ചെയ്യാൻ എങ്ങനെയൊക്കെ പരിശ്രമിച്ചാലും ഒരു 30% വരെ, അത് പരമാവധിയാണ്. അപ്പോഴും 70% വേസ്റ്റ് കിടക്കും. നമുക്ക് ഈ വേസ്റ്റുകളെ കേരളത്തിൻ്റെ ഒരു ഒറ്റ ത്രട്ടതാണ് എന്ന് വെച്ചാൽ ഡൽഹിയിൽ വലിയ മാലിന്യമല. ഇപ്പം ഈ മാലിന്യമലകളുടെ ഒരു പ്രശ്നം ഞാൻ പറയാം. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ, ഇപ്പോൾ സിംഗപ്പൂർ ഇതിനകത്ത് വ്യത്യസ്തമായിട്ട്, ഇപ്പോൾ കേരളത്തിന് സമാനമായിട്ട് പറയാൻ പറ്റുന്ന ഈ തിക്ലി പോപ്പുലേറ്റഡ് ഏരിയ എന്ന് പറയുന്ന നേരത്തിൽ പറയാവുന്ന ഒന്ന് സിംഗപ്പൂരാണ്. സിംഗപ്പൂർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവർ ഇതിന് ഈ ഡംപ് ചെയ്യൽ മാത്രമാണ് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിന് വേൾഡ് ബാങ്കിൻ്റെ ഒരു പദ്ധതി നമ്മളെടുത്ത് വന്നിട്ടുണ്ട്. ലോകത്ത് സക്സസ് ആയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും ഏത് കൺട്രിയിൽ പോയിട്ട് നിങ്ങൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവർ വളരെ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ അങ്ങനെ ഒരു ശ്രമം കേരളത്തിൽ നടത്തുകയും പരാജയപ്പെടുത്തുകയുണ്ടായി. പക്ഷേ പരിഹരിക്കാവുന്ന ഏക മാർഗം അത് തന്നെയാണ്. അതെങ്ങനെ എന്ന് വെച്ചാൽ ഒരു 30 ഏക്കറെങ്കിലും കിട്ടിയാൽ 20 കൊല്ലത്തേക്ക് നമുക്ക് വേസ്റ്റ് ഡംപ് ചെയ്യാൻ ഒരു സിസ്റ്റം. നമ്മളുടെ ഒരു 30 ഏക്കർ ഒരു 3 ഏരിയയിൽ കിട്ടിയാൽ മതി. മലബാറിലൊരു ഏരിയ, ഒരു സെൻട്രൽ പോയിന്റിലൊരു ഏരിയ, കൊച്ചിയൊക്കെ കേന്ദ്രീകരിച്ചൊരു ഏരിയ, തിരുവനന്തപുരമായിട്ട് ബന്ധപ്പെട്ടൊരു ഏരിയ കിട്ടുകയാണെങ്കിൽ ഒരു 90 ഏക്കർ കിട്ടുകയാണെങ്കിൽ അത് കിട്ടാൻ പ്രയാസമൊന്നുമില്ല. അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പരിഹരിക്കാവുന്ന മാർഗ്ഗമാണ്. ഞാനത് വിശദീകരിച്ചത് നിങ്ങൾ വേണമെങ്കിൽ അത് പറയാം. പക്ഷേ ഇപ്പോഴുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റുകളിനകത്ത് കാണുന്നത്, ഞാനൊരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് ഇത്രയും ദിവസം ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ വേസ്റ്റ് മാനേജ് ചെയ്ത് തരാം എന്ന് പറയുന്ന കുറേ പ്രൈവറ്റ് ഗ്രൂപ്പുകളുടെ പ്രസൻറ്റേഷനാണ്. ഇങ്ങനെ പ്രസൻറ്റേഷൻ കാണുക, അവർ വന്നിട്ട് കുറേ ഐഡിയാസ് പറയും. ഈ ഐഡിയാസ് എവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് ചോദിച്ചാൽ അവർ ഏതോ ക്ലാസ്സിൽ നിന്ന് കേട്ടതാണ്. ഇംപ്ലിമെൻറ്റ് ചെയ്ത് സക്സസ് ആയിട്ടുള്ള വേറെ സ്റ്റേറ്റുകളെയൊന്നും കാണിക്കാൻ കഴിയില്ല. അപ്പോൾ ഗോവ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റാണ്. അങ്ങനെ ചില സ്റ്റേറ്റുകളുണ്ട്. എന്നാൽ അവിടെയൊക്കെ ഈ ഡംപിങ് സംവിധാനം, ഞാൻ നേരത്തെ പറഞ്ഞു സിംഗപ്പൂർ ഒക്കെ ചെയ്തിരിക്കുന്ന, സിംഗപ്പൂർ ഹൈലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്, ഒരു കൺട്രി ആയിട്ട് പോലും അവരത് കഴിഞ്ഞത് അതിനെ ഒരു ഐലൻഡ് ഇതിനു വേണ്ടി മാത്രം ഉണ്ടാക്കി എന്നുള്ളതാണ്. ബാക്കിയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇത് ഡംപ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു വേസ്റ്റ് ബേൺ ചെയ്താൽ അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി ഒരു 20-30 എത്തിക്കാൻ പറ്റും. ബാക്കിയുള്ളത് കൊണ്ടുപോയിട്ട് ചെയ്യാന്നുള്ളതാണ് ഒരു സിസ്റ്റം ഉള്ളത്. ഇത് അതിന് എങ്ങനെയാണ് ഈ മാലിന്യ കൂനകളെ ഇല്ലാതാക്കുക എന്ന് പറയുന്ന അവസാനിപ്പിക്കാൻ കഴിയുക എന്നുള്ളതിനെക്കുറിച്ചാണ് പരിശോധന നടക്കേണ്ടത് എന്ന് വിചാരിക്കുന്നു. വേസ്റ്റ് മാനേജ്മെൻറ്റ് അതോറിറ്റി എന്ന് പറയുന്ന ഒരൊറ്റ സിസ്റ്റം വന്ന് അത് അത്തരത്തിൽ അതിനെ പരിഹരിക്കാൻ കഴിയുന്നതിനെക്കുറിച്ച്. രണ്ടാമത്തെ ഒരു ഗുരുതരമായ പ്രശ്നം, ഞാൻ നിങ്ങളുടെ മീഡിയകളുടെ ശ്രദ്ധ വരേണ്ടുന്ന ഒരു കാര്യമാണ്. ഞാനൊരു മന്ത്രിയാവുന്നതിന് മുമ്പ് എന്നെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരുന്നൊരു കാര്യം, കോഴിക്കോട് നഗരത്തിൽ മാത്രം ഞാൻ ഒറ്റ കാര്യം പറയാം. രാത്രി ഒരു 7 മണിയൊക്കെ കഴിഞ്ഞാൽ ഏകദേശം ഒരു 100ഓളം വരുന്ന കണ്ടെയ്നർ വെഹിക്കിൾസ് പ്രത്യക്ഷപ്പെടും. ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ കോഴിക്കോട്ടിലെ ഹോട്ടലുകൾ, കോഴിക്കോട്ടെ ഹോസ്പിറ്റാലിറ്റീസ്, മറ്റ് ഹോസ്പിറ്റലുകളൊക്കെ കൂടിയിട്ട് അവിടുത്തൊക്കെ ഉള്ള വേസ്റ്റ് വാട്ടേഴ്സ്, കാരണം ഇവരൊന്നും കൃത്യമായിട്ട് ഇത് വേസ്റ്റ് വാട്ടർ സംസ്കരിക്കുന്ന സംവിധാനം പ്ലാന്റുകൾ അവരെത്തില്ല. ഇവരൊക്കെ ചെയ്യുന്നത് ഈ വണ്ടികൾ വേസ്റ്റ് വാട്ടർ എടുക്കും, ഇത് കൊണ്ടുപോയിട്ട്, അപ്പം നിങ്ങളിപ്പം ഒരു ഹോട്ടലിലെ വേസ്റ്റ് കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും തട്ടിയാൽ, ഒരു മാലിന്യം തട്ടിയാൽ നിങ്ങൾ കാണും, നമുക്ക് കാണാൻ സംവിധാനമുണ്ട്. പിറ്റേന്ന് പുഴയിൽ പൊങ്ങി കടലിൽ വന്നു എന്ന് പറയും. പക്ഷേ ഈ വേസ്റ്റ് വാട്ടർ ഇവർ കൊണ്ടുപോയിട്ട് കൂളായിട്ട് ഈ ആളുകൾ പ്രൈവറ്റായിട്ട് കളയാണ്. പ്രൈവറ്റായിട്ട് കൊണ്ടുപോകുന്ന പുഴയിലൊടുക്കും, തോടിലൊടുക്കും, വെള്ളമാണ്. നേരം വെളുക്കും നിങ്ങൾ പത്രക്കാരൊക്കെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് വെള്ളം ഭൂമി സക്ക് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇന്ന് പരക്കുന്ന മാരകമായ സാംക്രമിക രോഗങ്ങളുടെയൊക്കെ അടിസ്ഥാന ഘടകങ്ങളിലൊന്ന് കേരളത്തിൽ ആരും അറിയാതെ വരുന്ന വേസ്റ്റ് വാട്ടർ എന്ന് പറയുന്ന ഒരു അപകടകരമായ ഒരു പുതിയ വേസ്റ്റാണ്.